അതേസമയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയായിട്ടില്ല. സിറ്റിംഗ് എംപിമാർ എല്ലാവരും മത്സരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡിന് സമർപ്പിച്ചിട്ടുണ്ട്. വയനാട്, ആലപ്പുഴ, കണ്ണൂർ സീറ്റുകളുടെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാണ് നിർണായകമാകാൻ പോകുന്നത്. 3-ാം തീയതിയാണ് KPCC നേതൃത്വം ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലാണ് 16 സീറ്റുകളിൽ കോൺഗ്രസിന്റെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ മത്സരിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണയിൽ സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നത്. KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇത് സംബന്ധിച്ച സംസ്ഥാന തലത്തിലുള്ള അഭിപ്രായങ്ങൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തയ്യാറാക്കിയ പട്ടികയാണ് ഹൈക്കമാൻഡിന് സ്ക്രീനിംഗ് കമ്മിറ്റി സമർപ്പിക്കുക. തുടർന്ന് 3-ാം തീയതി ഡൽഹിയിൽ വെച്ചാണ് കേരള നേതൃത്വവുമായി ഹൈക്കമാൻഡ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തുക. നിലവിൽ 4 സ്ഥലങ്ങളുടെ കാര്യത്തിലാണ് ചില അനിശ്ചിതത്വങ്ങളും ചർച്ചകളും തുടരുന്നത്. അതിൽ പ്രധാനമായി വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന നിലപാടിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ മുഴുവൻ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ദേശീയ നേതൃത്വത്തിൽ ചിലർക്ക് ഈ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ട്. അത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും എന്ന കാരണം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നതും. അങ്ങനെ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വയനാട്ടിൽ മുസ്ലിം പ്രാതിനിധ്യം ആയിരിക്കും പരിഗണിക്കപ്പെടുക എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ തന്നെ മത്സരിച്ചേക്കും. അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ ഒരുപക്ഷെ മാറി നിൽക്കാൻ തന്നെയാണ് സാധ്യത. അത്തരമുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പുറത്ത് വരുന്നുമില്ല. എന്തായാലും കണ്ണൂരിൽ K. സുധാകരൻ മത്സരിക്കാൻ ആദ്യഘട്ടത്തിൽ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ K. സുധാകരൻ തന്നെ മത്സരിക്കാനുള്ള സമ്മതമില്ലായ്മ അത് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ ആരെ എന്നൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അതിനുവേണ്ടി K. സുധാകരൻ തന്നെ ഒരു പട്ടിക മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിൽ യുവ മുഖങ്ങൾ അടക്കം ഉൾപ്പെട്ടിട്ടുമുണ്ട്. അതിൽ ആരെയായിരിക്കും കേന്ദ്ര നേതൃത്വം പരിഗണിക്കുക എന്നൊരു വലിയ ചോദ്യം വരുന്നു. പത്തനംതിട്ടയുടെ കാര്യത്തിലും സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ആന്റോ ആന്റണിയെ സംഘടനാ രംഗത്തേക്ക് സജീവമാക്കി KPCCയുടെ നിർണായകമായൊരു പദവിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ദേശീയ തലത്തിൽ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം മധ്യ കേരളത്തിൽ ഒരു ക്രൈസ്തവ മുഖം കോൺഗ്രസിന് ഇല്ല എന്ന തരത്തിലുള്ള വിവരങ്ങളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ആന്റോ ആന്റണിയെ KPCCയുടെ നിർണായകമായ ഒരു പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ ദേശീയ തലത്തിൽ സജീവമായിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ പത്തനംതിട്ടയിൽ ഒരു പുതുമുഖം വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും സുനിൽ കരുകുലു നേരത്തെ നൽകിയ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം തീയതിയാകും കേരള നേതൃത്വവുമായി ഹൈക്കമാൻഡ് നേതൃത്വം ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കുക.